ഞാൻ എപ്പോൾ വേണമെങ്കിൽ മരണപ്പെടാം. എൻ്റെ ആശങ്ക 74 വയസ്സിൻ്റെ അമ്മയെ കുറച്ച് ഓർത്താണ്. ബാലയുടെ ആൾക്കാരാവാം, മോഹൻലാൽ ഫാൻസുകാരാവാം, AGP ഫാൻസ് ആവാം, ഉണ്ണിമുത്തിൻ്റെ ആൾക്കാരാവാം, ജസ്റ്റ് ബേബി നെഗറ്റീവ് കൊടുക്കുന്നുണ്ട്. ആര് വേണമെങ്കിൽ ആവാം. അപ്പൊ നമ്മുടെ ആറാട്ടണ്ണന് വധഭീഷണി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഈ വധഭീഷണി അല്ല എനിക്ക് കോമഡി ആയിട്ട് തോന്നി. ആരുടെ കയ്യിൽ നിന്നാണ് വധഭീഷണി കിട്ടിയത്? AGP ഫാൻസിന്റെ കയ്യിൽ നിന്ന്, അതായത് നമ്മുടെ അലിഞ്ചോസ് പെരേരയുടെ ഫാൻസിന്റെ കയ്യിൽ നിന്നൊക്കെ വധഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ആറാട്ടണ്ണന്. ഇപ്പൊ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു, ഇങ്ങേരിപ്പോ ഒരു കണക്കിന് ഒരു ഫുൾ ഒരു കോമഡി പീസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യം തുടങ്ങിയ കോമഡി പീസ് ആയതുകൊണ്ട് തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലത്തെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ പെരേരയൊക്കെ അതിന്റെ കൂട്ടത്തിന് അത് വിടുന്നതെന്നാണ്. അപ്പൊ പെരേര അവിടെ കിടന്ന് അങ്ങനെ കുറെ അപരാധങ്ങൾ കാണിക്കുന്നു, ഇങ്ങേര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറെ അപരാധങ്ങൾ കാണിക്കുന്നു. പിന്നെ ഇങ്ങേർക്ക് പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ അറിയാല, അപ്പൊ തന്നെ മൂക്കും പുള്ളിക്ക്. പിന്നെ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ എടുത്ത് വെച്ച് വായ തോന്നിയൊക്കെ വിളിച്ചു പറയും, കണ്ടവനെ പറ്റിയും ഉള്ളത് ഇല്ലാത്തതൊക്കെ അങ്ങ് വിളിച്ചങ്ങ് പറയും. പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവന്മാര് വല്ല ഭീഷണിയായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അപ്പൊ തന്നെ ക്യാമറ എടുത്തിട്ട് വരും, എനിക്ക് വധ ഭീഷണിയാണ് ഗൈസ്, എന്നെ ഇപ്പൊ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ തന്നെ അടുത്ത വീഡിയോ ഇട്ട് വരും. അപ്പൊ ഇങ്ങേരുടെ നാക്കിന് ഇങ്ങനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങേർക്ക് എവിടെന്നെങ്കിലും നല്ല പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ വധഭീഷണി എന്ന് പറഞ്ഞിട്ട് വന്നതുകൊണ്ട് പറയണതാണ്, ഇങ്ങേർക്ക് എവിടെന്നെങ്കിലും നല്ല പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ നമ്മുടെ നാക്കിന് ലൈസൻസ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അത് വലിയ പാടാണ്. ഇപ്പൊ ഇങ്ങേര് വേറെ എല്ലാം പറയണത് ഓക്കെ, ഇപ്പൊ സിനിമ റിവ്യൂ പറയണതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെ പുള്ളിയുടെ ഇഷ്ടം, പുള്ളി എങ്ങനെ പറയണം എങ്ങനെ പറയണ്ട എന്നൊക്കെ ഉള്ളത് പുള്ളിയുടെ ഇഷ്ടം. പക്ഷെ ഇങ്ങേര് വന്നിട്ട് ഈ വേറെ ആൾക്കാരെ പറ്റി പറയുന്ന ഓരോ കാര്യങ്ങളാണ് പുള്ളിക്ക് പണി കിട്ടാനായിട്ടുള്ള ഏറ്റവും വലിയ സാധ്യത ഞാൻ കാണുന്നത്. അല്ലാണ്ട് വേറൊന്നും പുള്ളിക്ക് അങ്ങനെ വലിയ പണിയായിട്ട് വരാൻ സാധ്യതയില്ല. ഈ ആൾക്കാരെ പറ്റി പറയുമ്പോഴത്തേക്കും പുള്ളി നോക്കിയും കണ്ട് പറഞ്ഞില്ലെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കരഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ പുള്ളി പറയുന്നുണ്ടല്ല, പുള്ളിക്ക് വീട്ടിനകത്ത് അമ്മയുണ്ട്, അപ്പൊ അമ്മേനെ പറ്റി ആലോചിച്ചിട്ടാണ് വിഷമമെന്നൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനോട് ഒരു ഇത്തിരിയെങ്കിലും കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യും. നിങ്ങൾ ഈ ക്യാമറ എടുത്ത് വെച്ച് വായ തോന്നിയൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങളിങ്ങനെ ആലോചിക്കും, നിങ്ങളുടെ വീട്ടിനകത്ത് ആൾക്കാരുണ്ട്, അപ്പൊ നമ്മൾ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെയും പോട്ടെ എന്ന് വെക്കാം. അപ്പൊ ഇതും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിരുന്നിട്ട് ക്യാമറ തുറന്ന് വെച്ച് വിളിച്ച് പറയുമ്പോഴത്തേക്കുമാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ ഇങ്ങേര് വന്ന് കുറെ ഡാൻസ് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ ഒരു കണക്കിന് പറഞ്ഞു എന്റെ പൊന്നോ സഹിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇങ്ങനെ ഡാൻസും പരിപാടികളൊക്കെ. അപ്പൊ ആ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ എന്ന് വെക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്തോ കാണിക്കുക. പക്ഷേ നിങ്ങൾ ഈ ഓരോരുത്തരെ പറ്റി പറയുന്നത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയേക്കണം. പിന്നെ ഇങ്ങേരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചിലപ്പോൾ ഇത് കേൾക്കുന്നത് രാവിലെ ആണെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ മനസ്സിലാവും, രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ പുള്ളി വേറെ മൂഡാണ്, പുള്ളി ഒരുമാതിരി മറ്റൊരു ശിക്ഷയാണ് ഹോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന മൂഡിനകത്തേക്ക് പുള്ളിക്കാരൻ പോവും. അപ്പൊ ആ ഒരു മൂഡിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പുള്ളി അന്യനും അമ്പിയും കളിച്ച് അങ്ങോട്ട് പോയിക്കോളും. അപ്പൊ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങേർക്ക് ശരിക്കും മെന്റലി വലിയ വിഷയം ഉണ്ടോ? ഇപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയോ ഒരു വിഷയങ്ങളുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളി തന്നെ ഒരു ഈ ഡോക്ടറിനെല്ലാം കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ഒരു കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ അത്യാവശ്യം വിവരം എന്നല്ല, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, വിവരമില്ല അതറിയാം, കാര്യം നിങ്ങളവരെ കാണിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം വിവരത്തിന്റെ കേസ്. പക്ഷെ എന്നാലും വിദ്യാഭ്യാസം ഉള്ള ഒരാളല്ലേ, അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി എന്തെങ്കിലുമൊക്കെ ഒരു കൺസൾട്ടേഷൻ എടുക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ പാട്. ഇപ്പൊ നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ സംഭവം നേരിട്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വന്ന് വിളിച്ച് പറയണത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്താന്ന് വെച്ചാൽ സേഫ് ആയിട്ട് തന്നെ നോക്കാം. പിന്നെ കാണുന്നവരുടെ ഒരു സൈക്കിൾ അതും കൂടെ നിങ്ങളൊന്ന് പരിഗണനയിൽ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ മാത്രമല്ല, ഈ അലിഞ്ചോസ് പെരേര എന്ന് പറഞ്ഞ അവനൊക്കെ പൊന്നോ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ അമ്മാതിരി കാണിക്കലാണ് ഇവന്മാരൊക്കെ കാണിച്ചിട്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിനകത്ത് കിടന്ന്. കാര്യം അത്രയും അസഹനീയമായിട്ടാണ് ഇവന്മാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത് പറയണത്. അല്ലെങ്കിൽ പിന്നെ ഇവൻ്റെയൊക്കെ വഴിക്ക് പോട്ടെ എന്ന് വയ്ക്കുക. ഇത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇവന്മാർ ഇങ്ങനൊരു ശല്യമായിട്ട് വരുമ്പോഴാണ് ഈ വിഷയമൊക്കെ ഉള്ളത്. അല്ലാണ്ട് വേറെ ഇതുങ്ങളുടെ വഴി അങ്ങ് പോയാൽ പ്രശ്നമില്ല. ഇപ്പൊ നമ്മളിപ്പോൾ തിയേറ്ററിൽ പോകണതാണ്, അപ്പൊ ഇതുങ്ങൾ വന്നിരുന്ന് അവിടെ കിടന്ന് ഓരോ തുള്ളലും ഓരോ പ്രഹസനമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത് കാണുമ്പോൾ അങ്ങോട്ട് പൊടിഞ്ഞു കയറി വരും. അപ്പോഴാണ് രണ്ടെണ്ണം കൊടുക്കാനൊക്കെ തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. അല്ലാണ്ട് വേറെ ആർക്കും കൂടെ ഒരു ഗുണവും വരാനില്ല. പിന്നെ നിങ്ങളുടെ കോമാളികളി അത് കാണുന്ന ആൾക്കാർ കണ്ടത് ഈ മീഡിയക്കാർക്കൊക്കെ നിങ്ങനെ പൊക്കി കൊടുക്കും. നിങ്ങൾ അതുകൊണ്ട് പൊക്കി പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് വരാം. അപ്പൊ എനിക്ക് അത്ര ഓടിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള ഈ വീഡിയോയുടെ കമന്റ് അപ്പോൾ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ. ബാലയെക്കുറിച്ച് എലിസബത്ത് പറയുന്ന മുഴുവൻ സത്യങ്ങളാണ്, അതിന് സാക്ഷിയാണ് ഞാൻ.
ബാലയുടെ അടുത്ത് പല പെണ്ണുങ്ങളും ബാലയുടെ വീട്ടിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 തവണ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അടിച്ചതാണ്. 2ാമത്തെ തവണ അടിച്ചപ്പോൾ പറഞ്ഞു ഒരു കള്ള വീഡിയോ എന്നെ വെച്ച് എടുത്തു. അതിന് പറഞ്ഞു എൻ്റെ വീടറിയാം, വീട്ടിൽ വന്ന് അടിക്കുമെന്നുള്ള പറഞ്ഞു. ഇയാളുടെ ആ വാളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നതാണ്. എലിസബത്ത് പറയുന്നത് മുഴുവൻ സത്യങ്ങളാണ്. ടേക്ക് എ ബ്രേക്ക് മൂവ് ഫോർവേഡ് എലിസബത്തിനടുത്ത് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ആദ്യം ഇയാൾ വേറെ രീതിയിൽ വളച്ചൊടിച്ചു. ഇയാൾ ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ്. എനിക്കിതുകൊണ്ട് ഒരുപാട് നഷ്ടമുണ്ട്. കാരണം എൻ്റെ തോക്കിൻ്റെ കേസ് ഇപ്പോൾ വാദിക്കുന്ന ബാലയുടെ അഡ്വക്കേറ്റാണ്. ഇവർ ഭാര്യ വെക്കും എനിക്ക്. സത്യം എനിക്ക് പറയാൻ നിർത്തിയില്ല. എനിക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടായാലും ഞാൻ ബാലയെ പറ്റുന്ന സമയത്ത് ഒരു പാലക്കാടിനൊരു പെണ്ണ് വരുമായിരുന്നു. അതിനെക്കുറിച്ച് എലിസബത്ത് ബാലയുടെ മുമ്പിൽ വെച്ചാണ് എന്നോട് ചോദിച്ചത്. 2 തവണ എന്നെ വീട്ടിൽ വിളിച്ചു ഫിസിക്കൽ വയലൻസ് നടത്തിയ ആളാണ്. എലിസബത്താണ് ബാലയെ അശ്ലീൽ കണ്ടപ്പോൾ മുഴുവൻ നോക്കിയത്. എന്നിട്ട് ഒരു നന്ദിയില്ലാത്ത രീതിയിലാണ് എലിസബത്ത് ശരിയല്ല എന്നോട് ബാല പറഞ്ഞു. ബാല ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ്. ബാലയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. എന്തായാലും ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സത്യങ്ങളാണ്. ആറാട്ടനും സന്തോഷ് വർക്കിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മീഡിയക്കാരാണ് എന്നെ കോമാളിയാക്കിയത്. ഞാൻ ബേസിക്കലി ഒരു എൻജിനീയറാണ്. ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുന്നു. എനിക്ക് JRF നെറ്റ് ഗേറ്റിൽ കിട്ടിയതാണ്. IIT ബോംബെയിലാണ് ഞാനിപ്പോൾ. IIT ബോംബെ ചാൻസ് കിട്ടിയത്, പക്ഷെ പോകാൻ പറ്റില്ല. ഫാദർ മരിച്ചുപോയി. എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. ഭാവിയിൽ അമ്മയെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. അമ്മയുടെ കാലത്ത് ശേഷം യൂറോപ്പിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദർ ഒരു വലിയ ഗ്രേറ്റ് പേഴ്സൺ. എൻ്റെ ഫാദറെ കൊണ്ട് പറയുന്നതല്ല. ഒരു AMA നെക്സ്റ്റ് മറ്റേ അറ്റംപ്റ്റിൽ എഴുതിയെടുത്ത ആളാണ്. റെക്കോർഡ് വേഗത്തിൽ ഒരുപാട് ഗ്രേറ്റ്നെസ് ഉള്ള ആളാണ്. ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഒന്നുമല്ല. പിന്നെ എൻ്റെ മദർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് സൈക്കോളജിയിൽ. എൻ്റെ മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിച്ച 6ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു കേരള മെഡിക്കൽ എൻട്രൻസിനെല്ലാം. പിന്നെ USMLE പാസ്സായി. ഹസ്ബൻഡ് ഒരു സയൻറ്റിസ്റ്റാണ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ. മോള് മെഡിസിൻ പഠിക്കുന്നു ജോൺ ഹോപ്കിൻസിൽ. 2ാം സിസ്റ്റർ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ. ഹസ്ബൻഡ് ഒരു MNCയിലെ വൈസ് പ്രസിഡൻ്റാണ്. MBA അവരുടെ മകൻ ഡൽഹി ആയിട്ട് പഠിക്കുന്നു. ഒരു അക്കാഡമിക് ഒരു ഫാമിലിയാണ് എൻ്റെ. മീഡിയയാണ് എന്നെ കോമാളിയാക്കിയത്, പഠിച്ചോടിച്ച്. ആരാണ് സന്തോഷ് വർക്കി ആരാട്ടം നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അതറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. എനിക്കൊരു ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹം, നോട്ട് ഗ്ലാമർ സെലിബ്രിറ്റി. ഞാൻ എപ്പോഴും മരണപ്പെടാം. എൻ്റെ ആശങ്ക 74 വയസ്സിൻ്റെ അമ്മയെ കുറിച്ച് ഓർത്താണ്.